ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെറ്റൽസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിർത്തിയപ്പോൾ ഞാൻ നിങ്ങളോട് അവസാനം പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഡയല്യൂട്ട്, കോൺസെൻട്രേറ്റ്, അങ്ങനെ സൊല്യൂഷൻസിനെ പറ്റി നമ്മൾ പറയും. അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടുള്ള സൊല്യൂഷൻസ് അല്ല, നമ്മൾ കെമിസ്ട്രിയിൽ സൊല്യൂഷൻസ് പഠിക്കാൻ പോകുന്നത്. സൊല്യൂഷൻസ് അഥവാ ലായനികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ. സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചായ, കാപ്പി, പാല് ഒരു സൊല്യൂഷനാണോ? അതിൻ്റെ ഉത്തരം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പക്ഷേ പോട്ടെ, പാലും കൂടി നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ട്. ലൈം ജ്യൂസ്, ഷെയ്ക്ക് ഒരു സൊല്യൂഷൻ ആണോ? അതിൻ്റെ ഉത്തരം ഞാൻ പിന്നാലെ തരാം. അങ്ങനെ ഒരുപാട്, അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് പറയുന്നു? എല്ലാം സൊല്യൂഷനാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് വെറും ലിക്വിഡ് സ്റ്റേറ്റിൽ മാത്രമേ ഉണ്ടാവൂ, അതോ സോളിഡിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിലും നമ്മുടെ സൊല്യൂഷൻസ് കാണുമോ ഇല്ലയോ? അതാണ് എൻ്റെ ചോദ്യം. ഇതിനുള്ള ഉത്തരമാണ് നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ് നമ്മൾ മെറ്റലിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യാം? ഞാൻ കൊറോഷൻ്റെ പറയുമ്പോൾ പറയാൻ വിട്ടുപോയൊരു ചെറിയൊരു പോർഷൻ ഉണ്ട്. എന്താണ്? നമ്മൾ കൊറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കതിനെ അലോയ്സ് ആയി മാറ്റാം. അതായത് ഇരുമ്പിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഇരുമ്പിനെ കാർബണിൻ്റെ കൂടെയൊക്കെ ചേർത്തിട്ട് നമുക്ക് സ്റ്റീലാക്കി മാറ്റാൻ പറ്റും. അത് നമ്മൾ അലോയ്സ് എന്ന് പറയും. അപ്പം അലോയ്സ് എന്ന് വെച്ചാൽ രണ്ട് മെറ്റൽസ് തമ്മിൽ ചേർത്തിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നോൺ മെറ്റൽസും ചേർക്കും. പക്ഷേ ജനറലി മെറ്റൽസ് തമ്മിൽ ചേർത്തിട്ടാണ് നമ്മൾ അലോയ്സ് ഉണ്ടാവുക. ഇപ്പോൾ ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ. അതെന്താണ്? അതൊരു അലോയിയാണ്. അപ്പോൾ രണ്ട് മെറ്റൽ കൂടി ചേരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് എത്തണം. എന്നിട്ട് നമ്മൾ അതിനെ മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ മിക്സ് ആക്കുന്നത്. പക്ഷേ അവർ പിന്നെയും സോളിഡ് സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരും. എങ്ങനെയാവുമ്പം അവർ അലോയായി മാറിയിട്ട് വരും. അപ്പോൾ നമുക്ക് അതിനർത്ഥം എന്താണ്? സോളിഡ് സൊല്യൂഷൻസ് ഉണ്ട്, അതായത് ഖരാവസ്ഥയിലുള്ള ലായനികൾ ഉണ്ട്. ഇനി ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സൊല്യൂഷൻസ് ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ചുറ്റും, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ആരൊക്കെയുണ്ട്? ഏതൊക്കെ ഗ്യാസുകളുണ്ട്? ഓക്സിജൻ ഉണ്ട്. പക്ഷെ ഓക്സിജൻ മാത്രമാണോ? അല്ല. ഓക്സിജനെ കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ആർഗൺ ഉണ്ട്, ഹീലിയം ഉണ്ട്, അങ്ങനെ വേറെ ഒരുപാട് ഗ്യാസുകളുണ്ട്. അപ്പോൾ ഈ ഗ്യാസുകളൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത്? എല്ലാവരും കൂടി ഒന്നിച്ചിട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്നത്. അപ്പോൾ അതെന്താണ്? അതും ഒരു ടൈപ്പ് ഓഫ് സൊല്യൂഷനാണ്. പക്ഷേ എന്താണ്? അതൊരു ഗ്യാഷ്യസ് സൊല്യൂഷനാണ്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ലിക്വിഡ് തന്നെ ആവണം എന്നില്ല. നിങ്ങൾ ആദ്യം ആ ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ നിന്ന് മാറണം. സൊല്യൂഷൻസ് ക്യാൻ ബി ലിക്വിഡ്, ക്യാൻ ബി സോളിഡ് ആസ് വെൽ ആസ് ഗ്യാഷ്യസ്. സോ ആ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഈ ഒരു ക്ലാസ് ഒക്കെ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ, ഞാൻ പറഞ്ഞ പോലെ സോളിഡ് സൊല്യൂഷൻസിന് എക്സാമ്പിളായിട്ട് ഞാൻ ആദ്യം ഇവിടെ തരുന്നു. എന്താണ്? ബ്രാസ്. ഞാൻ പറഞ്ഞ ബ്രാസിൻ്റെ കാര്യം. സിങ്കും കോപ്പറും കൂടി ചേർന്നിട്ടാണ് ബ്രാസ്. ഏത് സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമുക്ക് വെറുതെ ഒരു ലിക്വിഡ് എടുത്താൽ അത് സൊല്യൂഷൻ ആവില്ല. സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സോൾവെൻറ്റ് വേണം. അതായത് ഒരു ലീനവും ലായകം എന്ന് നമ്മൾ പറയും അല്ലേ. എന്താണ് ലായകം? അതാണ് സോൾവെൻറ്റ്. അതുപോലെ ലീനം, അതാണ് സൊല്യൂട്ട്. അതായത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അതിൽ രണ്ടാൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് കുറച്ച് എമൗണ്ട് മതി, ഒന്ന് കൂടുതൽ എമൗണ്ട് വേണം. അപ്പോൾ കുറച്ച് എമൗണ്ട് വേണ്ട ആൾക്കാർ, നമ്മൾ ഇവരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. കുറച്ച് എമൗണ്ട് വേണ്ട ആൾ നമ്മൾ എന്ത് വിളിക്കും? സൊല്യൂട്ട് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ലീനം എന്ന് മലയാളത്തിൽ വിളിക്കും. ഇനി കൂടുതൽ എമൗണ്ട് വേണ്ട ആൾക്കാർ നമ്മൾ സോൾവെൻ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ലായകം എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ. അപ്പോൾ ലീനവും ലായകം കൂടി ചേർന്ന് നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ലായനി കിട്ടും. ഓക്കെ, ലായനി നമുക്ക് കിട്ടും. സോ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ഘട്ടം അങ്ങനെയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, മക്കളെ നിങ്ങൾ പോയിട്ട് എനിക്കൊരു സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കണം. ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങൾക്കൊരു സോൾട്ട് സൊല്യൂഷൻ, അതായത് ഉപ്പിൻ്റെ ഒരു ലായനി ഉണ്ടാക്കണം എന്ന് പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉപ്പ് എടുക്കണം, അത് കഴിഞ്ഞിട്ട് വെള്ളം എടുക്കണം അല്ലേ. സോൾട്ടും വാട്ടറും വേണം. അപ്പോൾ ഇതിൽ ഏതാണ് മക്കളെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്? ഉപ്പാണോ വെള്ളമാണോ? ഉപ്പാണോ വെള്ളമാണോ? ഏതാണ്? നമ്മൾ വെള്ളമാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ എടുക്കുന്ന വെള്ളം എന്തായിരിക്കും? വെള്ളം ലായകം അല്ലെങ്കിൽ സോൾവെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ്? അത് വാട്ടർ ആയിരിക്കും. അപ്പോൾ ഏറ്റവും കുറച്ചെടുക്കുന്ന ആളാരാണ്? നമ്മുടെ സോൾട്ടാണ് എടുക്കുന്നത്. അപ്പോൾ സോൾട്ട് എന്താണ്? സോൾട്ട് ഒരു സൊല്യൂട്ടാണ്. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂട്ടാണ് ചോദിച്ചത്. സോറി, ഞാനിവിടെ എഴുതിയത് ചെറുതായിട്ട് മാറിപ്പോയി. ഓക്കെ, അപ്പോൾ സോൾവെൻ്റ് എന്താണ്? സോൾവെൻ്റ് ഏറ്റവും കൂടുതലെടുത്ത വാട്ടറും, സൊല്യൂട്ട് എന്താണ്? ഏറ്റവും കുറച്ചെടുത്ത സോൾട്ടുമാണ്. സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂട്ടാണ് ചോദിച്ചത്. ഇപ്പോൾ സ്റ്റേറ്റ് എന്താണ്? സൊല്യൂട്ട് സോൾട്ടാണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ സ്റ്റേറ്റ് എന്താണ്? അത് സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ആളാണ്. ഇനി സോൾവെൻ്റോ? അത് ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആളാണ്. ഇനി ഇത് രണ്ടും കൂടി ചേർന്ന് ഏത് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും കൂടുതലുള്ള ആളെ സ്റ്റേറ്റിലാണോ, അല്ലെങ്കിൽ ഏറ്റവും കുറവുള്ള ആളെ സ്റ്റേറ്റിലാണോ ഫൈനലായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവുക? ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ ടൈപ്പിലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ലിക്വിഡ് സൊല്യൂഷൻ കിട്ടും. ഇനി ഇതേ എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുക്കുവാണ്. എന്താണ്? ബ്രാസ് ഉണ്ടാക്കാൻ നമ്മൾ സിങ്കും കോപ്പറും എടുക്കുന്നു. എന്താണ് ആഡ് ചെയ്യുന്നത്? സൊല്യൂട്ട്. നമ്മൾ സിങ്ക് കോപ്പറിലോട്ടോ കോപ്പർ സിങ്കിലോട്ടോ ആഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ ബ്രാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാവും, ഒന്ന് കുറച്ച് എമൗണ്ട്. അത് പേഴ്സൻറ്റേജ് ഡിപ്പെൻഡ് ചെയ്യും. പല ടൈപ്പ് ബ്രാസ് ഉണ്ടാവും. കൂടുതൽ സിങ്കുള്ള ബ്രാസും ഉണ്ടാവും, കുറച്ച് സിങ്കുള്ള ബ്രാസും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ബ്രാസിൽ
കൂടുതൽ കോപ്പറാണുള്ളത്. അതായത് ഒരു 60% കോപ്പറും 40% സിങ്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൊല്യൂട്ട് ആരാണ്? ഏറ്റവും കുറവുള്ള സിങ്കും. സോൾവെൻ്റ് ആരാണ്? ഏറ്റവും കൂടുതലുള്ള കോപ്പറുമാണ്. രണ്ട് സോളിഡാണ്. അപ്പോൾ എങ്ങനെ സൊല്യൂഷൻ ആവും തോന്നുന്നുണ്ടോ? രണ്ടാളെയും ചൂടാക്കി മെൽറ്റ് ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റിലാക്കിയിട്ട് മാത്രമാണ് നമ്മൾ എന്താകുന്നത്, അവരെ അത് അലോയി ആയിട്ട് മാറിയിട്ടാണ് നമ്മൾ അതിനെ സൊല്യൂഷൻ ആക്കുന്നത്. അപ്പം സ്റ്റേറ്റ് ഓഫ് ദി സൊല്യൂട്ട് എന്താണ്? അതും സോളിഡാണ്. സ്റ്റേറ്റ് ഓഫ് ദി സോൾവെൻ്റ് എന്താണ്? അതും സോളിഡാണ്. ഫൈനലായിട്ട് കിട്ടുന്ന സൊല്യൂഷൻ എന്താണ്? ലിക്വിഡ് ആണോ? അല്ല, അത് സോളിഡ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. നമ്മൾ മെൽറ്റ് ചെയ്ത് കാണുന്ന ആ ഒരു സ്റ്റേറ്റിൽ അത് ലിക്വിഡ് ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അത് തണുത്തിട്ട് നല്ല കട്ടിയായിട്ട് എന്ത് ചെയ്യും? അത് ഖരാവസ്ഥയിൽ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ആവും. പിന്നെ സോഡാ വാട്ടർ, നമ്മുടെ ഈ സൊല്യൂട്ട് എപ്പോഴും സോളിഡ്, അതായത് ഇപ്പം സോൾട്ട് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപ്പ് ഉപയോഗിച്ചു, എപ്പോഴും സോളിഡ് ആവണം എന്നില്ല. ഇപ്പോൾ സോഡാ വാട്ടർ എടുത്ത് നോക്കിയാൽ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഗ്യാസ് ആണ്. അത് ആഡ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കുന്നത്. അപ്പോൾ എന്താണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ് അവിടെ സൊല്യൂഷൻ. സൊല്യൂട്ട് സ്റ്റേറ്റ്. സോൾവെന്റ് സ്റ്റേറ്റ് എന്താണ്? അത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സൊല്യൂഷൻ എന്തായിരിക്കും? സോൾവെന്റ് സ്റ്റേറ്റ് എന്താണോ ജനറലി ആ സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഇനി അവസാനത്തെ നോക്കിയേ, മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ. ആൽക്കഹോൾ ആൻഡ് വാട്ടർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ജനറലി എല്ലാ ബീവറേജസിൻ്റെയും കോമ്പിനേഷൻ എന്താണ്? ആൽക്കഹോളും വാട്ടറും കൂടി ചേർത്തിട്ടാണ്. അതുപോലെ നമ്മൾ സാനിറ്റൈസറൊക്കെ എന്താണ്? ആൽക്കഹോളിൻ്റെ ഒരു മിശ്രിതമാണ്. പലതരം ടൈപ്പ് ആൽക്കഹോൾ ഉണ്ട്. അതിൽ ഉപയോഗിക്കുന്ന ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മിക്സ്ചറാണ് നമ്മൾ എന്ത് പറയുന്നത്? സാനിറ്റൈസർ എന്ന് പറയുന്നത്. സോ ആൽക്കഹോളും വാട്ടറും മിക്സ് ചെയ്താൽ എന്താണ്? ആൽക്കഹോൾ ലിക്വിഡാണ്. അതുപോലെ വാട്ടർ എന്താണ്? വാട്ടറും ലിക്വിഡ് സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള തന്നെ ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ മനസ്സിലായല്ലോ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? സോൾവെൻറ്റും സൊല്യൂട്ടിൻ്റെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ആയിരിക്കും. നമ്മൾ കണ്ടല്ലോ. ഒരിക്കലും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല സൊല്യൂട്ട് എപ്പോഴും സോളിഡ് ആയിരിക്കും. സൊല്യൂട്ട് എന്താവാം? സൊല്യൂട്ട് സോളിഡ് ആവാം, ഗ്യാഷ്യസ് ആവാം, അതുപോലെ ലിക്വിഡോ. കേട്ടോ, 3 സ്റ്റേറ്റും നമ്മൾ കണ്ടല്ലോ. അതുപോലെ തന്നെ സോൾവെൻ്റ് എന്താവാം? സോൾവെൻ്റ് സോളിഡ് ആവാം, ലിക്വിഡ് ആവും, അല്ലെങ്കിൽ ഗ്യാഷ്യസ് ആവും. നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ജനറലൈസേഷൻ നമ്മളിവിടെ പറയാം. ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ നമുക്ക് എന്തുണ്ടാവും? സൊല്യൂട്ടും സോൾവെൻറ്റും ഉണ്ടായിട്ട് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവും. സോ സൊല്യൂഷനെ പറ്റി മനസ്സിലായല്ലോ. ഇനി സൊല്യൂഷനെ പറ്റി ഞാനിവിടെ ഒരു ചോദ്യം നിങ്ങളോട് വെക്കട്ടെ. സൊല്യൂഷൻ ഒരു ഹോമോജീനസ് മിക്സ്ചർ ആണോ ഹെട്രോജീനസ് മിക്സ്ചർ ആണോ? അതായത് അതിൻ്റെ കോമ്പോസിഷൻ, നമ്മൾ മിക്സറിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, പ്യുവർ സബ്സ്റ്റൻസ് മിക്സേഴ്സ് ഒക്കെ. അതായത് അതിൻ്റെ കോമ്പോസിഷൻ, അതായത് ഏത് ഭാഗത്തു നിന്ന് നമ്മൾ സൊല്യൂഷൻ എടുത്തു, അതിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നമ്മൾ അതിനെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപോലെ ഇരിക്കുമോ ഇല്ലാതിരിക്കുമോ? എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താണ്? അതൊരു മിക്സ്ചറാണ്. ഒരു പ്യുവർ സബ്സ്റ്റൻസ്, ഒരു മിക്സ്ചറാണത്. അതൊരു ഹോമോജീനസ് മിക്സ്ചർ. ഏത് ഭാഗത്ത് എല്ലാ ഭാഗത്തും സെയിം ആണെങ്കിൽ എന്താണ്? ഹോമോജീനസ് മിക്സ്ചറാണ്. അപ്പോൾ ഈ ഡിസ്കഷൻ ഇനിയും വരും. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ സോൾവെൻറ്റും സൊല്യൂട്ടിൻ്റെ കാര്യം ശ്രദ്ധിച്ച് ഈ ഒരു സൊല്യൂഷൻ നോക്കിയ ഒരു സൊല്യൂഷനാണ്. സൊല്യൂഷനിൽ ഈ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മുടെ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് കാണുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? സൊല്യൂട്ട് എന്ന് വിളിക്കും. ജനറലായിട്ട് നമുക്ക് എന്ത് പറയാം? കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ സ്മോളർ amount is considered as the solute. പിന്നെ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പ്രസൻറ്റ് ഇൻ ലാർജർ amount, അതെന്താണ്? സോൾവെൻറ്റ്. സ്മോളർ amount എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയും? സൊല്യൂട്ട് എന്ന് പറയും. ലാർജർ amount എന്ന് വെച്ചാൽ സോൾവെൻറ്റ് എന്ന് പറയും. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്താ പറയുക? അമൗണ്ട് ഓഫ് സോല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ ഫിക്സ്ഡ് amount ഓഫ് സോൾവെൻറ്റ്. അതെന്താണ്? അതിന് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയും. അതായത് നമ്മൾ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് ചോദിക്കും. എന്താണ് നമ്മൾ കോൺസെൻട്രേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ എന്താണ്? ശ്രദ്ധയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സൊല്യൂഷനിൽ കോൺസെൻട്രേഷൻ എത്രയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ്? സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട് ഉണ്ടെന്ന്. കുറച്ച് സൊല്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെന്ന് പറയും. കുറേ സൊല്യൂട്ട് ഉണ്ടെങ്കിലോ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുവാന്ന് പറയും. അപ്പം ഇതിനെ നമ്മൾ കെമിസ്ട്രി ടേംസിൽ നമ്മൾ എങ്ങനെ പറയും? നമ്മൾ പറയുകയാണെങ്കിൽ പറയും നമ്മൾ കോൺസെൻട്രേഷൻ വെച്ചിട്ട് ലോ കോൺസെൻട്രേഷൻ ഉണ്ട്, ഹൈ കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പോൾ ഈ ലോ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാം മക്കളെ? ലോ കോൺസെൻട്രേഷനിലാണ് നമ്മൾ വിളിക്കും ഡൈല്യൂട്ട് സൊല്യൂഷൻ. എന്താണ്? ഡൈല്യൂട്ട് സൊല്യൂഷൻ. പിന്നെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിലോ ഇതിന് ഹൈ കോൺസെൻട്രേഷൻ ആകുമ്പോൾ എന്താണ്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. നമ്മൾ ഗാഠത കൂടിയ സൊല്യൂഷൻ എന്നൊക്കെ പറയും. അതാണ് കോൺസെൻട്രേഷൻ കൂടിയ ആളും കുറഞ്ഞ ആളും തമ്മിലുള്ള വ്യത്യാസം. കോൺസെൻട്രേഷൻ കുറഞ്ഞ ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? അതിൽ സോൾവെൻ്റ് amount കൂടുതൽ, സൊല്യൂട്ടിൻ്റെ amount കുറവ്. എന്താണ്? ലെസ് സൊല്യൂട്ടാണ്. സൊല്യൂട്ടിൻ്റെ amount കുറവുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് പറയും? അതൊരു ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെന്ന് പറയും. ഇനി സൊല്യൂട്ടിൻ്റെ amount എന്താണ്? സൊല്യൂട്ട് ഹൈ ആണ്. സൊല്യൂട്ടിൻ്റെ amount കൂടുതലാണ് നമ്മൾ എന്ത് പറയും? അതൊരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണെന്ന് പറയും. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കിയേ, ഇനി കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പല രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ വേറെ പല ടേംസ് പഠിക്കും കേട്ടോ. ഇത്
സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള 2 മെത്തേഡ്സാണ്. ഇതിലൊന്ന് എന്താണ്, നമ്മൾ ഈ പൊല്യൂഷനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ വാട്ടർ നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയും. എയർ പൊല്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനൊക്കെ അളക്കുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്, എങ്ങനെയാണ് പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ക്ലോറിൻ നമുക്ക് പറയാം ഒരു പൊല്യൂട്ടൻ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതൊരു പൊല്യൂട്ടൻ്റാണ്. കാർബൺ ഡയോക്സൈഡ് ഒരു പൊല്യൂട്ടൻ്റാണെന്ന് പറയാം. ഒരളവ് കൂടുതൽ കഴിഞ്ഞാൽ എന്താണ്, മീഥെയിൻ, നൈട്രജൻ ഡയോക്സൈഡ്, ഇങ്ങനെയൊക്കെ സൾഫർ ഡയോക്സൈഡ് എന്നൊക്കെ അതൊക്കെ പൊല്യൂട്ടൻ്റാണ്. പക്ഷേ ഇതൊക്കെ എപ്പോഴാണ് പൊല്യൂട്ടൻ്റ് ആവുന്നത്? അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമുക്കിങ്ങനെ ഗ്യാസിൽ ഇങ്ങനെ വെയിറ്റ് എടുത്ത് നോക്കിയിട്ട് പറയാൻ പറ്റുമോ, അയ്യോ ഇത്രയാണല്ലേ, അപ്പോൾ ഇപ്പോൾ ഒരു പൊല്യൂട്ടൻ്റ് ആണ്, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെ ആ പൊല്യൂട്ടൻസിൻ്റെ അളവ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പാർട്സ് പെർ മില്യൺ. എന്താണ് പാർട്സ് പെർ മില്യൺ? മില്യൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രയാണ്? 1 ശേഷം 6 പൂജ്യം ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും? മില്യൺ കിട്ടും. അപ്പോൾ ദിസ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് എ സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 10 lakh പാർട്സ് ബൈ മാസ് ഓഫ് എ സൊല്യൂഷൻ. അതായത് 10 ലക്ഷം പാർട്സ്, അതായത് മാസ് 10 ലക്ഷം മാസ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള സൊല്യൂട്ടിൻ്റെ മാസിൻ്റെ പാർട്സ് എത്രയുണ്ടെന്ന് നോക്കും. എങ്ങനെ അളക്കും? നമ്മളിപ്പോൾ മാസ് വെച്ച് നമ്മൾ അളക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്യാസ് ഏരിയ നമ്മൾ എന്ത് ചെയ്തു, അതിങ്ങനെ നമ്മളിങ്ങനെ കളക്ട് ചെയ്തെന്ന് വരും. ആൾക്കാർ ഇങ്ങനെ കളക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ വെയ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, ഓക്കെ നമ്മൾ എടുത്ത ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയം നോക്കും. നമ്മൾ 1 ലിറ്റർ ഗ്യാസ് എടുത്തു. അപ്പോൾ 1 ലിറ്റർ ഗ്യാസിൽ നമുക്ക് ഇത്ര എമൗണ്ട് ഉള്ളത് നമുക്ക് കിട്ടി. ഇത്ര എമൗണ്ട് നമുക്ക് പാർട്ടിക്കിൾസ് കിട്ടി. വളരെ കുറച്ച് എമൗണ്ടുകൾ, ഒരുപാടൊന്നും ഉണ്ടാവില്ല, കുറച്ച് എമൗണ്ട് ഉണ്ടാവും. ചിലപ്പോൾ മൈക്രോഗ്രാമോ അല്ലെങ്കിൽ നാനോഗ്രാമോ, അങ്ങനെ വളരെ കുഞ്ഞ് എമൗണ്ടേ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ കണക്ക് കൂട്ടൽ വെച്ച് നമ്മൾ അസ്യൂം ചെയ്യും 1 ലിറ്റർ ഇത്ര. അങ്ങനെയാണെങ്കിൽ 1 മില്യൺ വെയിറ്റ് നമ്മൾ എടുക്കുവാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ 1 മില്യൺ ലിറ്ററിൽ 1 മില്യൺ മാസ് നമ്മൾ എടുത്തു. ചുറ്റുമുള്ള ഏത് സാധനം, ഏത് സൊല്യൂഷനാണോ അതിൻ്റെ 1 മില്യൺ നമ്മൾ എടുത്തു. വാട്ടർ ആണെങ്കിൽ വാട്ടർ 1 മില്യൺ നമ്മൾ അസ്യൂം ചെയ്യും. 1 മില്യൺ മാസ് നമ്മൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഒരു പൊല്യൂട്ടൻ്റ് എത്ര പാർട്ട് ഉണ്ടെന്ന് നോക്കും. ഈ ഒരു പൊല്യൂട്ടൻ്റ് 5 പാർട്ടാണ് ഇരിക്കുക, 5 ഗ്രാം എന്നിരിക്കും. അതായത് 1 മില്യൺ ഇതിൽ 2, ഇത് ഇത്ര ഗ്രാമിൽ 2 ഗ്രാമാണ് നമ്മൾ പൊല്യൂട്ടൻ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയുന്നറിയോ ഇതിന് നമ്മൾ 2 ppm എന്ന് പറയും. അതായത് ഇത്ര മില്യൺ 1 മില്യൺ ആയിട്ടുള്ള സൊല്യൂഷൻ എടുത്താൽ അതിൽ 2 പാർട്ട് എന്താണ്, നമ്മുടെ പൊല്യൂട്ടൻ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് 2 ppm എന്ന് പറയും. അതൊരു എക്സാമ്പിൾ ഞാൻ കണ്ടത്, അലൗഡ് ലിമിറ്റ് ഓഫ് ക്ലോറിൻ ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഈസ് 4 ppm. അതിന് അർത്ഥം എന്താണ്, നമ്മൾ 1 മില്യൺ ഗ്രാം വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് എത്രയേ പാടുള്ളൂ? വെറും 4 പാർട്സ് അല്ലെങ്കിൽ 4 ഗ്രാം മാത്രമേ എന്താവാൻ പാടുള്ളൂ, നമ്മുടെ ക്ലോറിൻ ആവാൻ പാടുള്ളൂ എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? സോ അങ്ങനെയാണ് പാർട്സ് പെർ മില്യൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കോൺസെൻട്രേഷൻ അളക്കാൻ പറ്റുന്നത്. പിന്നെ വേറെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ മാസ് പെർസെൻറ്റേജ് ആണ്. ഇത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. എന്താണ്, amount of solute present in 100 grams of the solution. അപ്പോൾ എന്താണ്, നമുക്കൊരു സൊല്യൂഷൻ ഒരു മാസ് ഉണ്ട് കേട്ടോ, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻറ്റു 100, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയാണ്, ഞാൻ എന്ത് ചെയ്തു, 20 ഗ്രാം എന്തെടുത്തു, ഞാൻ 20 ഗ്രാം ഒരു സൊല്യൂഷൻ, ഒരു സൊല്യൂട്ട് ഞാൻ എടുത്തു, 20 ഗ്രാം ഉപ്പ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, 100 ഗ്രാം വാട്ടറിൽ അതിനെ ഡിസോൾവ് ചെയ്തു. അപ്പോൾ സൊല്യൂട്ടിൻ്റെ മാസ് എത്രയാണ്, 20, സോൾവെൻ്റെ മാസോ 100. അപ്പോൾ ഇത് എത്രയാണ് പെർസെൻറ്റേജ് ഉണ്ടാവുക, സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ സോൾവെൻ്റെ മാസ് ഇൻറ്റു 100. അപ്പോൾ മാസ് പെർസെൻറ്റേജ് എത്രയായിരിക്കും, 100 കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, 20% എന്ന് കിട്ടും. അപ്പോൾ അതാണ് മാസ് പെർസെൻറ്റേജ്. സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. ഒരു സോൾവെൻറ്റും സൊല്യൂട്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാം സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര സൊല്യൂട്ട് ഉണ്ടാവുമെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, ആ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഏത് എമൗണ്ട് വെച്ചിട്ട് നോക്കാം. പക്ഷേ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഈ പാർട്സ് പെർ മില്യൺ ആണ്. നമ്മുടെ പൊല്യൂഷൻ്റെ ഒക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, കോൺസെൻട്രേഷൻ അളക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തഡാണ്. പിന്നെ നമ്മൾ ഈ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് അതായത് നമ്മുടെ സൊല്യൂഷൻ പല ടൈപ്പാണ്. ഞാൻ പറഞ്ഞാൽ എന്താണ്, സൊല്യൂട്ട്, ആ ഒരു സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ അമൗണ്ടിനെ നമ്മൾ വിളിക്കും കോൺസെൻട്രേഷൻ. ശരി, കോൺസെൻട്രേഷൻ ആയിക്കോട്ടെ. ഇനി വേറൊരു ടേം കൂടി നിങ്ങൾ പഠിക്കാനുണ്ട്, അതിനാണ് നമ്മൾ സോലിബിലിറ്റി എന്ന് പറയുന്നത്. സോലിബിലിറ്റി എന്താണെന്നറിയോ, ദ അമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസ് required to convert 100 gram of a solvent into a saturated solution at a given temperature. വലിയ ഡെഫിനിഷൻ ആണല്ലോ, കുറച്ച് കൺഫ്യൂഷനുകൾ. ഇനി ഈ ചിത്രം നോക്കിയേ, ഒരു സൊല്യൂട്ട് ഞാൻ എടുത്തു. ഓക്കെ, ഇത് സൊല്യൂഷനിൽ ഉണ്ടാവുന്നു. അപ്പോൾ എന്താണ്, ഇത് തിരിച്ചിട്ടാണ് കേട്ടോ, ഇത് സോൾവെൻ്റ് എന്ന് വീണു, ഒരു സോൾവെൻ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സൊല്യൂഷൻ കിട്ടിയേ. ഇനി നമ്മൾ ആദ്യം കുറച്ച് സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, അത് ഡിസോൾവ്, കുറച്ച് ഉപ്പ് നിങ്ങൾ വെള്ളത്തിൽ ആഡ് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യും.
കുറച്ചുകൂടി ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്യും. എന്ത് ചെയ്യും? അപ്പോഴും ഡിസോൾവ് ചെയ്താൽ. അപ്പം പിന്നെയും നമുക്ക് ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ്റെ ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ. സൊല്യൂഷനിൽ പിന്നെയും നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അത് സാച്ചുറേറ്റഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ കുറേ ഉപ്പിട്ട് പിന്നെ നമ്മൾ ഉപ്പിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ഡിസോൾവ് ആവില്ല. അത് അടിയിൽ തന്നെ അങ്ങനെ നിൽക്കും. കാരണം ഡിസോൾവ് ആവേണ്ട മാക്സിമം ആയി. അപ്പം നമ്മൾ എന്ത് പറയും? അതൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെന്ന് പറയും. ഇനി നമ്മൾ എന്ത് ചെയ്യൂ? കുറച്ച് ചൂടാക്കി, അതായത് ഉപ്പും വെള്ളം നമ്മൾ കുറച്ചുകൂടി ചൂടാക്കിയപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു? നമുക്ക് ഉപ്പ് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ സാച്ചുറേറ്റഡ് ആവുന്ന ലെവലും കഴിഞ്ഞ്, അത് മാക്സിമം ഡിസോൾവ് ചെയ്യേണ്ട അളവും കഴിഞ്ഞ് അതിൽ കൂടുതൽ നമ്മൾ ഓവർ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സൊല്യൂഷൻ നമുക്ക് എന്ത് വിളിക്കും? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. പക്ഷേ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഒരു പ്രശ്നമുണ്ട്. അത് ചൂടാക്കിയാൽ മാത്രമേ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തണുപ്പിച്ച് എന്ത് സംഭവിക്കും? ഈ ചൂടായിട്ട് ഡിസോൾവ് ആയിട്ടുള്ള എക്സ്ട്രാ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പറയും, മതി എനിക്ക് ചൂടില്ലാത്തതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ ഇങ്ങനെ ക്രിസ്റ്റലായിട്ട് അവിടെ നിൽക്കും. കണ്ടോ, ഒരു ക്രിസ്റ്റലിൻ്റെ ചിത്രം നിങ്ങൾ ഇവിടെ കണ്ടോ? സൂക്ഷിച്ച് നോക്കിയാൽ ക്രിസ്റ്റലായിട്ട് അവിടെ തണുത്ത് വരുമ്പം അങ്ങനെ ഉണ്ടാവും. അതാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ പ്രത്യേകത. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം സോല്യൂബിലിറ്റി എന്താണെന്നറിയോ? നമ്മൾ സൊല്യൂട്ട് എടുത്തു, നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും എങ്ങോട്ടേക്ക്? സോൾവെൻറ്റിലോട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ 100 ഗ്രാം സോൾവെൻറ്റ് എടുത്തു. എത്രയാണ്? 100 ഗ്രാം സോൾവെൻറ്റ് എടുത്തു. നേരത്തെ പോലെ ഞാൻ 100 ഗ്രാം സോൾവെൻറ്റ് എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ സൊല്യൂട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. 100 ഗ്രാം വാട്ടർ ഞാൻ എടുത്തു. നേരത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ എത്ര വേണ്ട? 20 ഗ്രാം ഉപ്പിട്ടപ്പോൾ അത് മുഴുവൻ ഡിസോൾവ് ആയിരിക്കും. പക്ഷേ 21ാമത്തെ ഗ്രാം ഉപ്പിട്ടപ്പം അത് ഡിസോൾവ് ആവില്ല. കാരണം എന്താണ്? 20 ഗ്രാം സൊല്യൂട്ട് ആഡ് ചെയ്താൽ എന്താവും? നമുക്കൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടും 100 ഗ്രാമിൽ. അതിനാണ് നമ്മൾ പറയുന്നത് സോല്യൂബിലിറ്റി. പക്ഷേ ഇതെല്ലാവർക്കും ഒരുപോലെയല്ല. അതായത് 100 ഗ്രാം ഒരു സോൾവെൻ്റ് എടുത്തു. ആ സോൾവെൻറ്റിൽ ഉപ്പ് 20 മതിയായിരിക്കും. പക്ഷേ ചിലപ്പോൾ പഞ്ചസാര എന്ത് വേണ്ടി വരും? ചിലപ്പോൾ 30 വേണ്ടി വരും. ഇനി വേറെന്തെങ്കിലും ഞാൻ എടുക്കുവാണെങ്കിൽ, ഇപ്പം അമോണിയം ക്ലോറൈഡ് ഞാൻ എടുക്കുവാണെങ്കിൽ അതിൽ ചിലപ്പോൾ അതിൽ കൂടുതലോ അതിൽ കുറവോ വേണ്ടി വരും. അപ്പം ഓരോ സൊല്യൂട്ടിനും 100 ഗ്രാം സോൾവെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറൻറ്റ് അമൗണ്ട് വേണ്ടി വരും. അപ്പോൾ ഈ ഓരോ സൊല്യൂട്ടിനും പല അമൗണ്ട് ആയിരിക്കുമല്ലോ. ഈ അമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോല്യൂബിലിറ്റി. ഇപ്പം പറഞ്ഞൊരു സ്പെസിഫിക് കാര്യമുണ്ട്. എന്താണ്? അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാത്രമാണ്. അപ്പോൾ ടെമ്പറേച്ചർ മാറി കഴിഞ്ഞാൽ സംഭവിക്കും? ഇതിൻ്റെ സാച്ചുറേഷൻ, അത് സോല്യൂബിലിറ്റി മാറും. അതായത് ഇപ്പം ഈ റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് 21 ഗ്രാം ഉപ്പ് മതി 100 ഗ്രാം വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ. അതായത് കംപ്ലീറ്റ്ലി അത് ഡിസോൾവ് ആവും. ഇനി ഞാൻ ടെമ്പറേച്ചർ കൂട്ടി ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എന്താണ്? 100 ഗ്രാമിൽ എനിക്ക് 30 ഗ്രാം ഉപ്പ് ചിലപ്പോൾ എനിക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ 50 ഡിഗ്രി സെൽഷ്യസ് ആക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് 50 ഗ്രാം ഉപ്പ് 100 ഗ്രാം വാട്ടറിൽ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ എന്ത് പറയുന്നത്? നേരത്തെ പറഞ്ഞ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടും. പക്ഷേ ഓരോ ടെമ്പറേച്ചർ എന്താണ്? സോല്യൂബിലിറ്റി ഓരോ സൊല്യൂട്ടിനും ഡിഫറൻ്റ് ആയിരിക്കും, മാറി മാറി വരും, ഹയർ ആവും. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു ഗ്രാഫ് നോക്കാമല്ലോ. ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾ നോക്കിയേ, ഞാൻ വൈ ആക്സിസിൽ സോല്യൂബിലിറ്റി എടുത്തിട്ടുണ്ട്. എന്താണ്? 100 ഗ്രാം സോൾവെൻറ്റിൽ വാട്ടറിൽ ഇതിൽ ഓരോ ആൾക്കാരുടെയും സോല്യൂബിലിറ്റി ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എക്സ് ആക്സിസ് ടെമ്പറേച്ചർ ഞാൻ കൂട്ടിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും ലോവർ ടെമ്പറേച്ചറിൽ എല്ലാവരും സോല്യൂബിലിറ്റി കുറവാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരുവക എല്ലാ ആൾക്കാരെയും കൂടുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഒരു വ്യത്യാസം. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് നോക്കിയേ, ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് കുറച്ച് കൂടുന്നേ ഉള്ളൂ. പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ ഷടയെന്ന് പറഞ്ഞാൽ കൂടുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ പൊട്ടാസ്യം ക്ലോറൈഡും കൂടുന്നുണ്ട്, പൊട്ടാസ്യം ക്ലോറേറ്റ് കൂടുന്നുണ്ട്. ഇത് KClO2 ആണ്, ഇത് KCl. പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് വെച്ചാൽ KCl ആണ്, പൊട്ടാസ്യം ക്ലോറേറ്റ് എന്ന് വെച്ചാൽ KClO2 ആണ്. ഫോർമുല ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. പിന്നെ വേറൊരാൾ നിങ്ങൾ നോക്കി, കാൽസ്യം സൾഫേറ്റ്. തുടക്കത്തിൽ കുറവാണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടി വന്ന് ഇവിടെ എത്തുമ്പോൾ അത് മാക്സിമായി. പിന്നെ നമ്മളൊരു 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കഴിഞ്ഞ്, കാരണം 50 കഴിഞ്ഞിട്ട് 60ഉം 70 ഒക്കെ ആകുമ്പോൾ ഇത് കുറഞ്ഞ് വരും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ സോല്യൂബിലിറ്റി കുറയുന്നു. അപ്പോൾ എന്താണ്? എല്ലാവർക്കും സോല്യൂബിലിറ്റി ഒരുപോലെ അല്ല എന്ന് ഞാൻ അതാ പറഞ്ഞത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ 100 ഗ്രാം വാട്ടറിൽ ഇവർ ഓരോ ആൾക്കാർക്കും ഓരോ അമൗണ്ട്. ഇവിടെ നോക്കിയേ, 0 ഡിഗ്രി സെൽഷ്യസിൽ വെറും 10 ഗ്രാം മതി 100 ഗ്രാം നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും. 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഇത് എത്രയായി? ഇവിടെ നോക്കിയേ, 30 ഗ്രാമിന് മുകളിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റും. 40 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഇവിടെ എത്രയായി? 60 ഗ്രാം വരെ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അത് ഓരോ ആൾക്കാർ നിങ്ങൾ നോക്കിയേ. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മാക്സിമം ഇൻക്രീസ് ആർക്കാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ സോല്യൂബിലിറ്റി കൂടുന്ന ആർക്കാണ്? നിങ്ങൾ നോക്കിയേ, പൊട്ടാസ്യം നൈട്രേറ്റിനാണ്. അതെ, പൊട്ടാസ്യം നൈട്രേറ്റിനാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കി, സെയിം സോല്യൂബിലിറ്റി അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്. 40 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഇതിൽ ആർക്കാണ് സെയിം ഉള്ളത്? ഇതാ 40ൽ കാൽസ്യം ഇവിടെയാണ്, പൊട്ടാസ്യം ഇവിടെയാണ് സോഡിയം ക്ലോറൈഡ്. കണ്ടോ, ഇതിലൂടെ പോകുന്നതാ സോഡിയം ക്ലോറൈഡ് ഉണ്ട്, ഇങ്ങനെ പോയി ഇത് അവിടെ എത്തുന്നുണ്ട്.
അതുപോലെ തന്നെ പൊട്ടാസ്യം ക്ലോറൈഡും എവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്? 40 ഡിഗ്രി സെൽഷ്യസിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ സിമ്പിളായിട്ട് അവരെ കോഡ് വാക്ക് മാത്രം എഴുതാം. സോഡിയം ക്ലോറൈഡും KCl-ഉം NaCl-ഉം അവർ രണ്ടുപേരും 40 ഡിഗ്രി സെൽഷ്യസ് സെയിം ആണ്. ഡിക്രീസ് ഇൻ സോലിബിലിറ്റി, ആർക്കാണ് സോലിബിലിറ്റി കുറയുന്നത്? ഒരൊറ്റ ആൾക്കേ ഉള്ളൂ. ആരാണ്? കാൽസ്യം സൾഫേറ്റ്. കാൽസ്യം സൾഫേറ്റിൻ്റെ എന്താണ് സോലിബിലിറ്റി? കുറയുന്നു. എപ്പോൾ? ടെമ്പറേച്ചർ കൂടുമ്പോൾ. പക്ഷെ അവർ കൂടുന്നുണ്ട്. എത്ര വരെ? ഏകദേശം ഒരു 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവർ കൂടുന്നുണ്ട്, പിന്നെയാണ് കുറയുന്നത്. അപ്പോൾ എന്താണ്? ഡിക്രീസ് ഇൻ സോലിബിലിറ്റിയാണ് കാണിക്കുന്നത്. കാൽസ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? വേറൊരു പേരുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ജിപ്സം എന്ന് വിളിക്കും. ജിപ്സം. ഓക്കെ, അതിൻ്റെ കാൽസ്യം സൾഫേറ്റ്, അതിൻ്റെ ഫോർമുലയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ജിപ്സം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എല്ലാവരും എന്താണ്? കാൽസ്യം സൾഫേറ്റ് ആണ്. ഒന്നിൽ കുറച്ചധികം വാട്ടർ ഉണ്ട്, ഒന്നിൽ കുറച്ച് കുറവ് വാട്ടർ ഉണ്ട് എന്നൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്കിപ്പോൾ എന്താണ് ഹോംവർക്ക് ഞാൻ തരുവാണ്. ജിപ്സവും പ്ലാസ്റ്റർ ഓഫ് പാരീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. സോ അതാണ് ഞാൻ എന്ത് പറഞ്ഞത്, സോലിബിലിറ്റിയുടെ കാര്യം. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? സോലിബിലിറ്റി സാധാരണഗതിയിൽ കൂടും. പിന്നെ ഓരോ ആൾക്കാർക്കും സോലിബിലിറ്റി എന്താണ്? ഡിഫറൻ്റ് ആണ്. ഒരൊറ്റ ആൾക്കും രണ്ട് സോലിബിലിറ്റിന് സെയിം സോലിബിലിറ്റി ഉണ്ടാവില്ല. ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഇവിടെ പോലത്തെ ഒരു ചെറിയ സ്പെഷ്യൽ കേസുകൾ ഉണ്ടായാലായി. അല്ലെങ്കിൽ എന്താണ്? എല്ലാവർക്കും സെയിം ആവണം എന്നില്ല. കണ്ടോ, എല്ലാവരും പല ഡയറക്ഷനിലാണ്. സോ സോലിബിലിറ്റിയുടെ കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം, അതായത് സൂപ്പർ സാച്ചുറേറ്റഡ്, സോലിബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ഞാൻ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ എന്താണ്? കോപ്പർ സൾഫേറ്റിൻ്റെ കോൺസെൻട്രേറ്റഡ്, അതായത് പൂരിത ലായനി നമ്മൾ ആക്കുവാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതെന്ത് ചെയ്തു? ഞാൻ ചൂടാക്കുവാണ്. ഓക്കെ, എന്ത് ചെയ്തു? ഞാൻ അതിൻ്റെ അകത്ത്, അതായത് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തിട്ട് അതിനെ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ, കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്തിട്ട് ഞാൻ ചൂടാക്കുക. അപ്പോൾ ചൂടാക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടു? അതായത് അതിപൂരിത ലായനി, അതായത് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഞാൻ ആക്കണം. പൂരിത ലായനി എന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് ആണ്, അതിപൂരിത ലായനി എന്ന് വെച്ചാൽ സൂപ്പർ സാച്ചുറേറ്റഡ്. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പിന്നെയും കണ്ടോ എന്താ ചെയ്യുന്നത്? ഐ എം ആഡിങ്, അതായത് കൂടുതൽ ഞാൻ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യാണ്. എന്ത്? സൊല്യൂട്ട്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? പിന്നെയും ആഡ് ചെയ്താണ്. അപ്പോൾ എന്ത് ചെയ്തു? ഓക്കെ, ഞാൻ സാധനമായി. ഇനി ഞാൻ അവരെ തണുപ്പിച്ചു, അതായത് നല്ല ചൂടാക്കിയിട്ട് പരമാവധി ഡിസോൾവ് ചെയ്ത് ഞാൻ തണുപ്പിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു പെൻസിൽ എടുത്തു. പെൻസിലിൻ്റെ അറ്റത്ത് ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഒരു കുഞ്ഞ് കഷ്ണം കോപ്പർ സൾഫേറ്റിൻ്റെ വേറെ ക്രിസ്റ്റൽ, ഓൾറെഡി ആയ വേറെ കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽ കെട്ടി വെച്ചിട്ട് ഞാൻ ഈ അതിപൂരിതൽ, അതായത് ഇപ്പം സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ കുറേ ഇപ്പോൾ ചൂടാക്കിയിട്ട് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്ത സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിലോട്ടേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽ വെച്ചിട്ട് ഒരു പെൻസിൽ വെച്ചിട്ട് ഞാൻ അവർ താത്തി വെച്ചു. എന്നിട്ട് ഞാൻ ഒരു ദിവസം എടുത്തിട്ട് നോക്കുവാണ്. എന്താ പറ്റിയെന്ന് നോക്കാലോ. ഒരു ദിവസം എടുത്തിട്ട് നോക്കുമ്പോൾ കണ്ടോ, ആ എക്സ്ട്രാ അതിലേക്ക് നമ്മൾ ഡിസോൾവ് ചെയ്ത് കണ്ടോ, എല്ലാം കണ്ടോ, അടിയിൽ അടിഞ്ഞിട്ട് കണ്ടോ നിങ്ങൾ? അടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അടിയിൽ ഇവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് കണ്ടോ അടിയിൽ ഇവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ആ ഒരു ടെമ്പറേച്ചറിൽ മാത്രമേ എന്താവുന്നുള്ളൂ? അത് ഡിസോൾവ് ആവും. പക്ഷേ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറോട്ട് വന്നപ്പോൾ എന്താ? എക്സ്ട്രാ ആഡ് ചെയ്ത ആൾക്കാരൊക്കെ പുറത്ത് വന്നു. ബാക്കി കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത ക്രിസ്റ്റലിലോട്ട്, അതായത് ഓൾറെഡി ഒരു ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ വെറുതെ ക്രിസ്റ്റലൈസേഷൻ നടക്കും, ഒന്നും ചെയ്യണ്ട, താനെ തണുപ്പിച്ച ക്രിസ്റ്റലൈസേഷൻ നടക്കും. പക്ഷേ നമ്മൾ ഓൾറെഡി ഒരു ക്രിസ്റ്റൽ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ആ ക്രിസ്റ്റലൈസേഷൻ കുറച്ചുകൂടി സ്പീഡാവും. നമുക്ക് ഓൾറെഡി പറ്റി നിൽക്കുന്ന ഒരാളെ കിട്ടിയല്ലോ എന്നൊരു പെട്ടെന്ന് ക്രിസ്റ്റലൈസേഷൻ നടക്കും. ഇതിനാണ് ഗ്രോയിങ് ക്രിസ്റ്റൽ നമ്മൾ പറയുന്നത്. സോ ഓക്കെ, നമ്മൾ ക്രിസ്റ്റലൈസേഷൻ നടന്നു, നമുക്ക് അവസാനം അങ്ങനെ ഒരു ക്രിസ്റ്റൽ കിട്ടി. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഇവിടെ ഒരു പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഏകദേശം സൊല്യൂഷൻ്റെ, അതുപോലെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അതിൽ എങ്ങനെയാണ് ക്രിസ്റ്റൽസ് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടല്ലോ. അതായത് ടെമ്പറേച്ചർ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റൽസ് ഉണ്ട്. സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കുന്നു, നമ്മളതിനെ തണുപ്പിക്കുന്നു, നമുക്ക് ക്രിസ്റ്റൽസ് കിട്ടും. ഇപ്പോൾ ക്രിസ്റ്റൽസ് എങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ഉപ്പിൻ്റെ ക്രിസ്റ്റൽസ് വേണം. അതായത് ഉപ്പ് കല്ലായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്യുക ഒരു വെള്ളത്തിൽ. നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റ് ആണ്. പക്ഷേ പ്ലീസ് ബി കെയർഫുൾ, ചൂടുവെള്ളമാണ്, റിസ്ക് എടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. അപ്പം വെള്ളം നമ്മൾ ചൂടാക്കുന്നു, പിന്നെയും ഉപ്പ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കുറേ ഉപ്പ് ആദ്യം ആഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉപ്പ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ തണുപ്പിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഉപ്പൊക്കെ കുഞ്ഞു കല്ലുകളായിട്ട് പറ്റി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താ കാണിക്കുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ തണുപ്പിച്ച് നമുക്ക് ക്രിസ്റ്റൽസ് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ആ ഡിസ്കഷൻ തന്നെ, അതല്ല വേറെ ഡിസ്കഷനോട് നമ്മൾ പോവുകയാണ്. സൊല്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പണ്ട്. പക്ഷേ മിക്സ്ചേഴ്സ്, അതായത് എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ സൊല്യൂഷൻ അല്ല, പലരും മിക്സ്ചേഴ്സാണ്. അതായത് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ്, അതൊക്കെ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സാണ്. അതായത് പരസ്പരം ഹോമോജീനിയസ് ആയിട്ട്, അതായത് കംപ്ലീറ്റ്ലി എല്ലാ ഭാഗത്തും ഒരേ ടൈപ്പ് കോമ്പോസിഷൻ ആയിരിക്കില്ല എല്ലാ ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സിനും. ഒരേ ടൈപ്പ് ആണെങ്കിൽ നമുക്കതിനെ സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഒരേ ടൈപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ വേറെ രണ്ട് പേര് കൂടി വിളിക്കും. നമുക്ക് എന്താണെന്ന് കാണാം. ആദ്യം നിങ്ങൾ നോക്കി, കോപ്പർ സൾഫേറ്റും വാട്ടറും ഒരു ബീക്കറിൽ എടുത്തപ്പം കംപ്ലീറ്റ്ലി മിക്സ് ആവും. ഇനി മിൽക്കും വാട്ടറും എടുത്തപ്പം ശരി നന്നായി മിക്സ് ആവുന്നുണ്ട്. ഇനി അവസാനം ഞാൻ എന്ത് ചെയ്തു? ചോക്ക് പൗഡറും വാട്ടറും, ചോക്ക് പൗഡർ എടുത്തില്ലെങ്കിലും ഇതിന് പകരം പൂഴിയും വെള്ളവും മിക്സ് ആക്കിയാലും നന്നായിട്ട് മിക്സ് ആവുമോ? ഇല്ല. ഇതെന്ത് ചെയ്യും? കുറേ സമയം മിക്സായി നിൽക്കും, പിന്നെ എന്ത് ചെയ്യും?
അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വരുമല്ലോ. അപ്പോൾ അതിനർത്ഥം 3 ടൈപ്പ് ഓഫ് മിക്സർ. ഇവിടെ എന്താണ് കംപ്ലീറ്റ്ലി മിക്സ് ആവും, ഇവിടെയും എന്താണ് കുറച്ച് മിക്സ് ആവും, കുറച്ച് കഴിഞ്ഞാൽ എന്താണ് പാലടിയിലും വെള്ളം മുകളിലായിട്ടുള്ളൊരു സ്റ്റേറ്റിൽ നിൽക്കും. അപ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. പാല് കംപ്ലീറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ പാലെന്താണ് ഹോമോജീനിയസ് മിക്സറായിട്ട് വാട്ടറിൻ്റെ കൂടെ നിൽക്കേണ്ടതാണ്, പക്ഷെ നിൽക്കുന്നില്ല. അതുപോലെ ഇവിടെ പിന്നെ നോക്കണ്ട, പൂഴി ഒരിക്കലും വാട്ടറായിട്ട് ഡിസോൾവ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ എന്താണ്, അതും സൊല്യൂഷനല്ല, ഒരു ടൈപ്പ് ഓഫ് മിക്സറാണ്, പക്ഷേ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇവരെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കോപ്പർ സൾഫേറ്റിൻ്റെ കേസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂ സൊല്യൂഷൻ, ശരിയായ ഒറിജിനൽ സൊല്യൂഷൻ. അപ്പോൾ ഈ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്ന് അറിയോ, ഈ സൊല്യൂഷനിലെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ, സൊല്യൂട്ടിൻ്റെ സോൾവെൻ്റ് ഒക്കെ പാർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ, അവരുടെ സൈസ് എന്ന് പറഞ്ഞാൽ 10⁻⁸ സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ എന്താണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 10⁻⁻² മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 10⁻⁻10 മീറ്റർ ആയിരിക്കും. അതിലും ചെറുതായിരിക്കും എന്താണ് അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സൈസ്. ഈ 10⁻⁻10 മീറ്ററിനെ നമ്മൾ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കും, എന്താണ് ആങ്സ്ട്രം എന്ന് വിളിക്കും. ഈ 10⁻⁻10 മീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു സൈസ്, അതിന് പറയും ആങ്സ്ട്രം എന്ന് പറയും. അതാണ് ട്രൂ സൊല്യൂഷൻ. ഈ രണ്ടാമത്തെ പാലിൻ്റെ കേസ് നമ്മൾ കണ്ടു, എന്താണ് പാലടിയിൽ ഡെപ്പോസിറ്റ് നിൽക്കും. ആ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ അത് ആ ടൈപ്പ് ഓഫ് മിക്സർ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളോയിഡ് സൊല്യൂഷൻ. എന്താണ് കൊളോയിഡ് സൊല്യൂഷൻ? അത് പ്രോപ്പർ സൊല്യൂഷൻ അല്ല, കൊളോയിഡ് സൊല്യൂഷനാണ്. അപ്പോൾ ഇതിലെ പ്രത്യേകത, ഇതിൻ്റെ സൈസ് നിങ്ങൾ നോക്കി, 10⁻⁷ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ടു 10⁻⁷ മീറ്റർ ആണ്. അതായത് ഈ -5 കണ്ട അതിൻ്റെ കൂടെ 2 കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്തായി മീറ്ററിലോട്ട് മാറ്റാൻ പറ്റും. ഏതിനെ അതിൻ്റെ കൂടെ എന്ത് ചെയ്ത് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കിട്ടും. 10⁻⁹ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് 1 നാനോമീറ്റർ ടു 10⁻⁷. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. 10⁻⁻, അതായത് നാനോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ചെറുതാണ്, അതിലും പിന്നെയും കുറച്ച്, അതായത് 10⁻⁻10 എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. അതിനേക്കാളും കുറച്ചുകൂടി വലുതായിരിക്കും ഇതിലുള്ള പാർട്ടിക്കിളിൻ്റെ സൈസ്. ഇനി അവസാനം പൂഴിയും വെള്ളവും അല്ലെ ചോക്ക് പൗഡറും വാട്ടർ എടുത്ത് എന്താണ് പാർട്ടിക്കിളിൻ്റെ സൈസൊക്കെ വളരെ വലുതായിരിക്കും. അടിയിൽ ഡെപ്പോസിറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് 10⁻⁻4, അതായത് 10⁻⁻6 മീറ്ററിനേക്കാളും കുറവാണ്. അതായത് മൈക്രോമീറ്റർ എന്നൊക്കെ പറയും. അതിലും ചെറുതാണ് പാർട്ടിക്കിളിൻ്റെ സൈസ്. അതായത് ഒരുപാട് ഇതിലും ഇതിനേക്കാളും വലുതാണ് ഇത്, ഇതിലും വലുതാണ് സസ്പെൻഷൻ ഉണ്ട്. അപ്പോൾ 3 ടൈപ്പ് ആൾക്കാർ കണ്ടല്ലോ, ട്രൂ സൊല്യൂഷൻ ഉണ്ട്, കൊളോയിഡ് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, 3 ആൾക്കാർ. അപ്പം ഇങ്ങനെയാണ് ആൾക്കാർ. അപ്പം ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ സൊല്യൂഷൻ അല്ലാത്ത ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവരുടെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കുറച്ച് വലുതായതുകൊണ്ട് നമ്മൾ ലൈറ്റൊക്കെ പാസ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, ഈ പാർട്ടിക്കിളിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് പാർട്ടിക്കിൾ ലൈറ്റിൻ്റെ ഏകദേശം വരുന്നത്, ഏകദേശം ലൈറ്റിൻ്റെ സൈസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, 10⁻⁹ മീറ്ററിൻ്റെ റേഞ്ചിലാണ് എന്തുള്ളത് നമ്മളെ ലൈറ്റില്ലേ, നമ്മൾ സൂര്യപ്രകാശം ആയിക്കോട്ടെ, ബൾബിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ ഏത് വിളിച്ചു, സൺലൈറ്റ് ജനറലി സൺലൈറ്റ് എടുക്കുക. സൺലൈറ്റിൻ്റെ കേസ് എന്ന് വെച്ചാൽ 10⁻⁻9 മീറ്ററിൻ്റെ റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സൺലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ആ വരുമ്പോൾ അതിൻ്റെ തരംഗ ദൈർഘ്യം ഏകദേശം ആ ഒരു ലെങ്ത്താണ്. അപ്പോൾ ഈ ഒരു ലെങ്ത്തുള്ള ആൾക്കാർ വരുമ്പം ഇതേ സൈസുള്ള ആൾക്കാർ പാർട്ടിക്കിൾസ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ പാർട്ടിക്കിൾ കാണുമ്പോൾ എന്ത് ചെയ്യും, ഇവരുടെ വഴിയിൽ അത് കാണുമ്പോൾ എന്താണ് അതിൻ്റെ അതേ സൈസ്, ഇത് വരുന്ന അതേ സൈസിലാകുമ്പോൾ എന്ത് ചെയ്യും, തട്ടുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മുടെ കണ്ണിലോട്ട് തട്ടും. അതാണ് നിങ്ങൾ ഇവിടെ കാണോ. ചിലപ്പോൾ രാവിലെയൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മരത്തിൻ്റെ കടയിലൂടെയോ അല്ലെങ്കിൽ സ്കൂളിൽ നിങ്ങൾ എത്തിക്കാൻ, സ്കൂളിൽ ചെറിയ ഓട്ടയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി ഇങ്ങനെ വിളിച്ചിങ്ങനെ വരച്ച പോലെ വരുന്നത് കാണുന്നുണ്ടല്ലോ. ഈ ഒരു ടൈപ്പ് ഓഫ് എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിൻഡാൽ എഫക്റ്റ്. അപ്പോൾ എന്താ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്? ടിൻഡാൽ എഫക്റ്റ് എന്ന് വെച്ചാൽ സിമ്പിൾ, നിങ്ങളതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, നിങ്ങളത് മനസ്സിലാക്കും എങ്ങനെയാണ്. അതായത് കൊളോയിഡ് സൊല്യൂഷനിലോ കൊളോയിഡ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഏത് മിക്സറിലായിക്കോട്ടെ അതിലെ പാർട്ടിക്കിൾസിൽ തട്ടി ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ട്രൂ സൊല്യൂഷനിൽ ഇവർ കാണിക്കൂ ഇല്ല. ട്രൂ സൊല്യൂഷനിൽ എന്താണ്, പാർട്ടിക്കിളിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ സൈസ്, ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തുമായിട്ടും ചെറുതാണ്. അതിലും ചെറിയ പാർട്ടികൾ, അതായത് ലൈറ്റൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഒന്നും കാണുന്ന പോലും, ഇങ്ങനെ ഒരാൾ വഴിയിലുണ്ടോ എന്ന് പോലും കാണുന്നില്ല. പക്ഷേ നമ്മൾ എയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എയർ ഒരു മിക്സർ ആണെന്ന് പറഞ്ഞു, എയർ ഒരു ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണെന്ന് ഞാൻ ആ സമയത്ത് പറഞ്ഞു. എന്ത് ടൈപ്പ് സൊല്യൂഷൻ ആണ്? എയർ ഒരു കൊളോയിഡൽ മിക്സറാണ്. പാർട്ടിക്കിൾസ് വളരെ ചെറുതാണ്, പക്ഷേ സാധാ സൊല്യൂഷനിൽ കാണുന്ന അത്ര ചെറുതല്ല. അപ്പം നമ്മുടെ എയറിൽ എന്തുണ്ട്, വേറെ പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നതോടെ നമ്മൾ ഈ മരത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വര പോലെ കാണുന്നത്. നിങ്ങൾ സാധാരണ ഒരു വെള്ളം എടുത്തിട്ട് വെള്ളത്തിലൂടെ ടോർച്ച് അടിച്ച് നോക്കുക, നിങ്ങൾ ആ ടോർച്ച് പോകുന്ന വഴി കാണുന്നുണ്ടോ? കാണാൻ സാധ്യതയില്ല. ഇനി പാലെടുത്ത് നിങ്ങൾ പാലിൻ്റെ ഉള്ളിലൂടെ ടോർച്ച് അടിച്ച് നോക്കുക, അല്ലെങ്കിൽ വേണ്ട മൊബൈലിൻ്റെ ഫ്ലാഷ് വെറുതെ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഫ്ലാഷ് അതിനുള്ളിലേക്ക് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം എന്താണ്, അതിലുള്ള പാർട്ടിക്കിളിൻ്റെ സൈസ് അത്രയേ ഉള്ളൂ, ലൈറ്റ് പാസ് ചെയ്യാൻ പറ്റുന്നത്ര ചെറുതല്ല, ലൈറ്റ് തട്ടി റിഫ്ലക്റ്റ് ചെയ്യാൻ മാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും.
ആ 2 കേസാണ് ഒന്ന്. ഇപ്പോൾ സാധാരണ പഴയ മുറികളിലൊക്കെ കാണാം, ജനലൊക്കെ തുറന്നാൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മരങ്ങൾക്കിടയിലൂടെയും കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേര് ഓർമ്മിച്ച് വെക്കുക, ടിൻഡാൽ എഫക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സിനെ പറ്റി ജസ്റ്റ് കുറച്ച് കാര്യം പറയാം. സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്താണ് നമ്മൾ സൊല്യൂഷൻ്റെ കൂട്ടത്തിൽ പറയുന്നതാണ്. പക്ഷേ ഇവരെന്താണ്, ഇവരും കൊളോയിഡ്സ് ആണ്. പക്ഷേ അവർ സബ്സൈഡ് ചെയ്യുന്നില്ല. നമ്മൾ കൊളോയിഡിൻ്റെ കാര്യം എന്താണ് പറഞ്ഞത്, നമ്മൾ പാലും വാട്ടറും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമ്മളുടെ കാര്യം പറഞ്ഞു എന്താണ്, കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ താഴെ അങ്ങ് സബ്സൈഡ് ചെയ്യും. പാല് സബ്സൈഡ് ചെയ്യില്ല. പാലിൽ എന്താണ്, അവർ ഏകദേശം കുറച്ചൊരു സ്ട്രെങ്ത്തിൽ അവിടെ തന്നെ നിൽക്കും. പാല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴും അടിഞ്ഞു പോകുന്നതില്ല. പക്ഷേ പാലും വെള്ളവും മിക്സ് ആയി കഴിഞ്ഞാൽ പാല് താഴെ നിൽക്കും, വെള്ളം മുകളിൽ നിൽക്കും. പക്ഷേ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിനും അതുപോലെ തന്നെ ഒരു കൊളോയിഡാണ്. അതായത് വാട്ടർ പോലെ സൊല്യൂഷൻ അല്ല അവരിൽ വേറെ കുറേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് അതും പാല് പോലെ ഒരു കൊളോയിഡാണ്. പക്ഷേ എന്താണ്, വാട്ടറിൽ നമ്മൾ ആഡ് ചെയ്തപ്പോൾ കണ്ടു പാല് താഴെ നിൽക്കും, വാട്ടർ മുകളിൽ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ആഡ് ചെയ്ത ആൾക്കാരൊക്കെ വെച്ചിട്ട് അവരൊക്കെ താഴെ നിന്നിട്ട് വാട്ടർ ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് നമ്മൾ കാണേണ്ടതല്ലേ. ഈ കൊക്കക്കോളയും പെപ്സിയും മിറിണ്ടയും സ്പ്രൈറ്റും 7up ഇതൊക്കെ നമ്മൾ കുടിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ നമ്മളിങ്ങനെ കാണേണ്ടതല്ലേ. പക്ഷെ നമ്മൾ കാണാറുണ്ടോ? ഇല്ല. എന്താ കാരണം? അത് കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ ഒരു സാധനം ആഡ് ചെയ്യും. അതിൻ്റെ പേരാണ് സ്റ്റബിലൈസേഴ്സ് എന്ന് പറയും. അപ്പോൾ സ്റ്റബിലൈസേഴ്സ് എന്താണ്? ദേ പ്രിവെൻറ്റ് പാർട്ടിക്കിൾസ് ഫ്രം സെറ്റിലിംഗ് ഡൗൺ ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഈ പാർട്ടിക്കിൾസ് ഒന്നും സെറ്റിൽ ഡൗൺ ആവാതെ ഇവരെന്ത് ചെയ്യും, നമ്മുടെ സ്റ്റേബിലൈസേഴ്സ് അങ്ങനെ നിർത്തിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പാർട്ടിക്കിൾസ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കുന്നു? ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സൂക്രോസ് അസറ്റേറ്റ്, ഐസോബ്യൂട്ടറേറ്റ്, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് ഫ്രോസൻ. പേരുകളാണ്, ഓർമ്മിച്ചൊക്കെ ഒരു ആവശ്യമില്ല. എന്താണ്? ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ ഒന്ന്, സൂക്രോസ് അസറ്റേറ്റ്, ഐസോബ്യൂട്ടറേറ്റ്, പിന്നെന്താണ് ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് ഫ്രോസൻ. പേര് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ പോകണ്ട. ഇങ്ങനെ ഒരു ആൾക്കാർ ഉണ്ടെന്ന് മാത്രം സോഫ്റ്റ് ഡ്രിങ്ക്സ് സബ്സൈഡ് ചെയ്യാതിരിക്കാൻ കാരണം എന്താണ്, അതിൽ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസ്, അതായത് നമ്മൾ ഈ മധുരത്തിനും മറ്റ് ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫുഡിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരുപാട് കെമിക്കൽസ്, നിങ്ങളിപ്പോൾ അജിനാമോട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഫുഡിലൊക്കെ ആഡ് ചെയ്യുന്ന കുറച്ച് കെമിക്കൽസ് ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ടാർട്രാസ് എന്ന് പറഞ്ഞ ആൾ എവിടെ ആഡ് ചെയ്യുന്നത്, ഫുഡ് മെറ്റീരിയൽ ആഡ് ചെയ്യും. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതൊരു കളറിങ് ഏജൻറ്റാണ്. യെല്ലോ കളർ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ടാർട്രാസിൻ. നമ്മൾ ഈ ടാർട്ടാർ എന്ന് പറഞ്ഞ വസ്തു മഞ്ഞളിലുള്ളതാണ്. അപ്പം മഞ്ഞ നിറം കൊടുക്കാൻ വേണ്ടി നമുക്ക് ടാർട്രാസിൻ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ എറിത്രോസിനും ഫുഡിൽ ഉപയോഗിക്കും. എന്താണ്, കളറിങ് ഏജൻ്റാണ്. എന്താണ്, റെഡ് കളർ കൊടുക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ കളർ നമ്മൾ ആഡ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഫുഡിങ് കുക്കിംഗ് ഷോയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ കളർ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്യും. പിന്നെ വാനിലിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, എന്താണ് ഫുഡ് മെറ്റീരിയൽ. നമ്മൾ എവിടെയാണ് ടേസ്റ്റ് എൻഹാൻസർ, ഐസ്ക്രീമിലും മറ്റു കാര്യത്തിലൊക്കെ വാനില ഉപയോഗിക്കും. വാനില ഐസ്ക്രീമുകളിലോ അതിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് വാനിലിൻ. പിന്നെ ഫോസ്ഫോറിക് ആസിഡ്, അത് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഉപയോഗിക്കും. എന്തിനാണ്, അവിടെ ഒരു ടേസ്റ്റ്, നമുക്ക് ആ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്, നമ്മുടെ നാവിനൊരു അരിപ്പരിപ്പ് തോന്നുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഇല്ലേ, അത് കൊടുക്കാൻ വേണ്ടിയുള്ള ഫോസ്ഫോറിക് ആസിഡ്. പിന്നെ അല്ലൈൽ ഹെക്സനോയിറ്റ്, എന്താണ്, അതും ഫുഡ് മെറ്റീരിയൽ ഉപയോഗിക്കും. എന്തിനു വേണ്ടിയിട്ട്, ഫ്രാഗ്രൻസിന് വേണ്ടി. ഒരു പൈനാപ്പിൾ ഫ്രാഗ്രൻസ്, ഓരോന്നിനും ഓരോ ഫ്രാഗ്രൻസ് കൊടുക്കാൻ ഓരോരോ ആൾക്കാരുണ്ട് കേട്ടോ. ഈ അല്ലൈൽ ഹെക്സനോയിറ്റ് എന്ന് വെച്ചാൽ ഇതിൽ ഒരാളാണ് പൈനാപ്പിളിൻ്റെ സ്മെല്ല് കൊടുക്കും. പൈനാപ്പിളിൻ്റെ സ്മെല്ല് കൊടുക്കാൻ വേറെ കെമിക്കൽസ് ഉണ്ട്. ആപ്പിളിൻ്റെ സ്മെല്ല് കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ട്. അതുപോലെ ഗ്രേപ്സിൻ്റെ സ്മെല്ല് കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഓരോ സ്മെല്ല് കൊടുക്കാനും ഓരോരോ കെമിക്കൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ ഈ ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന പല സാധനങ്ങളും അതിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടും. കെമിക്കൽസിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള അതിൻ്റെ സ്മെല്ല് തന്നെ ആവണമെന്നില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് പറഞ്ഞതാണ്. അപ്പോൾ സൊല്യൂഷനിൽ എന്തൊക്കെ പഠിച്ചു നമ്മൾ? തുടക്കത്തിൽ നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ എന്താണ്, നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. മിൽക്ക് എന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ എല്ലാ സൊല്യൂഷനും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും, അങ്ങനത്തെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് ആ സംശയങ്ങളൊക്കെ തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? സൊല്യൂഷൻ എന്ന് വെച്ചാൽ വെറും ചോദ്യങ്ങളുടെ ഉത്തരമല്ല. സൊല്യൂഷൻസ് പല ടൈപ്പ് ഉണ്ട്. സൊല്യൂട്ട് ഉണ്ട്, സോൾവെൻ്റ് ഉണ്ട്, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്, ഡയല്യൂട്ട് സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷനിൽ നമുക്ക് എങ്ങനെ ക്രിസ്റ്റൽസ് ഉണ്ടാക്കാമെന്ന് കണ്ടു. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എങ്ങനെ ആവുന്നത് നമ്മൾ കണ്ടു. സാച്ചുറേറ്റഡ് ആവുന്നത് വരെ ആ സൊല്യൂഷൻ നമ്മൾ എന്ത് വിളിക്കും, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവുന്നത് വരെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട സൊല്യൂട്ടിൻ്റെ എമൗണ്ട്, എത്ര എമൗണ്ട് സോൾവെൻറ്റ്, 100 ഗ്രാം സോൾവെൻ്റ് എടുത്താൽ അതിൽ നമ്മൾ അതിനെ സാച്ചുറേറ്റഡ് ആക്കുന്നത് വരെ ആഡ് ചെയ്യേണ്ട സൊല്യൂട്ടിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് വിളിക്കും, സോലുബിലിറ്റി എന്ന് വിളിക്കും. സോലുബിലിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ വാരി ചെയ്യുന്നുണ്ട്. ഓരോ സൊല്യൂട്ടിനും സോലുബിലിറ്റി ഡിഫറൻ്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഒരു ഗ്രാഫ് കണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി പോയി കാണുക, ഗ്രാഫ് നോക്കുക, ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി കേട്ടാൽ കാര്യങ്ങൾ പക്ക ക്ലിയർ ആവും. പിന്നെ നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കണ്ടിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടു. കോപ്പർ സൾഫേറ്റ് നമ്മൾ ഡിസോൾവ് ചെയ്തു, ചൂടാക്കി, ഒരുപാട് കോപ്പർ സൾഫേറ്റ് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി കുറച്ചായിട്ടുള്ള ക്രിസ്റ്റൽ നമ്മളൊരു പെൻസിലിൽ കെട്ടിയിട്ട് ആ സൊല്യൂഷനിൽ താത്തി വെച്ചു. ഏതിൽ, നമ്മുടെ അതിപൂരിത ലായനി അല്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലോട്ട് നമ്മളിങ്ങനെ താത്തി വെച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ നന്നായിട്ട് ക്രിസ്റ്റൽസ് ഉണ്ടായി.
അതുപോലെ എക്സ്ട്രാ ഡിസോൾവ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ഒക്കെ എന്ത് ചെയ്തു, പുറത്ത് ക്രിസ്റ്റൽസ് ആയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ എന്താണ് കണ്ടത്, ക്രിസ്റ്റൽസ് ഉണ്ടാക്കാൻ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് അതിനുശേഷം നമ്മുടെ ഡിസ്കഷൻ എന്തായിരുന്നു, കൊളോയിഡ് എന്താണെന്ന് കണ്ടു, സസ്പെൻഷൻ എന്താണെന്ന് പറഞ്ഞു, നമ്മളെന്താണ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ സ്റ്റെബിലൈസർ ആഡ് ചെയ്യുന്ന കാര്യവും നമ്മൾ കണ്ടു. സോ അത്രയൊക്കെയാണ് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ളത്. ഇനി നമ്മൾ വാട്ടറിൻ്റെയും ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞ 2 ചാപ്റ്ററാണ് ബാക്കിയുള്ളത്. സോ അതുകൂടി കഴിഞ്ഞിട്ട് കെമിസ്ട്രി പോർഷൻ കീഴും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്, നിങ്ങളെ നെക്സ്റ്റ് ക്ലാസ്സുകളിലേക്ക് കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യുകയാണ് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി പോർഷൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. സോ സൊല്യൂഷനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. സോ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. സോ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് മനോരമ ഹൊറൈസണിലെ കെമിസ്ട്രി ടീച്ചർ അതുൽ. താങ്ക് യു ഫോർ വാച്ചിങ്. Manorama Horizon. Learning made simple.